പന്നികളെ പിടികൂടാനായി അനധികൃതമായി സ്ഥാപിച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് 10ാം ക്ലാസ്സുകാരൻ അനന്തുവിന് ഇന്നലെ ജീവൻ നഷ്ടമായത്. വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കെണി സ്ഥാപിക്കുന്നത് പതിവെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രിയുടെ മറവിൽ സ്ഥാപിക്കുന്ന ഇത്തരം കെണികൾ നിഷ്കളങ്കമായ ഒരു മനുഷ്യജീവൻ എടുത്തിരിക്കുന്നു. എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? സംഭവസ്ഥലത്ത് നിന്ന് സുഹൈൽ മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി വിതരണത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റാണിത്. നമുക്ക് മുകളിൽ കാണുന്ന പോലെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലൂടെ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്. ഈ ലൈനിലൂടെയാണ് വൈദ്യുതി നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തുന്നത്. ഇത്തരത്തിൽ പോകുന്ന ഈ വൈദ്യുതി ലൈനിൽ ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു പച്ച മുളവടി ഉപയോഗിച്ച് അതിൻ്റെ ടോപ്പിൽ ഈ പറയുന്ന കമ്പി, ഇലക്ട്രിക് കമ്പി കെട്ടിയതിന് ശേഷം ആ കമ്പി ഏകദേശം വലിയ ലെങ്ത്തിൽ ഏകദേശം 100-200 മീറ്ററോളം ഇങ്ങനെ താഴോട്ടേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ പോസ്റ്റിൽ നിന്ന് ആ ഒരു പച്ച മുളയിൽ കെട്ടിയ ഇരുമ്പ് കമ്പിയാണ് അതിങ്ങനെ ലെങ്ത്തിലിട്ട് ഏകദേശം 100-200 മീറ്റർ ഈ തോടിൻ്റെ കുറുകെ അങ്ങനെ പോവുകയാണ്. നിലവിൽ ഈ ദിശയിൽ ഇങ്ങനെ പോകുന്ന ഈ ഇലക്ട്രിക് കമ്പി ഏകദേശം ഒരു 50 മീറ്റർ മാറിയതിന് ശേഷം എതിർ ദിശയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അതേപോലെ തന്നെ എതിർ ദിശ മാറി അപ്പുറത്തെ ദിശയിലൂടെയാണ് പോകുന്നത്. അനന്തു അപകടത്തിൽപ്പെട്ടതും ആ വശത്ത് തന്നെയാണ്. അനന്തുവും കൂട്ടുകാരുമൊക്കെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വലയെറിഞ്ഞെറിഞ്ഞ് മുന്നോട്ട് വരികയായിരുന്നു. അതിനിടയിൽ ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പുല്ലും ഓലയൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് ഈ വൈദ്യുതി കമ്പി നമുക്ക് കാണാനാകില്ല. അത് മറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണ് അവർ അബദ്ധത്തിൽ ചവിട്ടുകയും ഈ തോടിലേക്ക് മറിയുകയും ചെയ്തത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഇത് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. വെള്ളത്തിലാണോ എന്ന് ചോദിച്ചാൽ വെള്ളത്തിലല്ല, എന്നാൽ എൻ്റെ തൊട്ട് സമീപത്തായിട്ടായിരിക്കും ഈ കേബിൾ ഉണ്ടാവുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പന്നി വേട്ടയ്ക്ക് ഏറ്റവും എളുപ്പം ഇതാണ്. അതായത് വെള്ളത്തോട് അടുത്ത് ചേർന്ന് വെച്ചാൽ ഇതിൽ ചവിട്ടി പന്നി ഈ വെള്ളത്തിലേക്ക് പോകുമ്പോഴേക്കും ഷോക്കേറ്റ് വീഴും. അതുകൊണ്ട് തന്നെയാണ് തുടക്കം നമ്മൾ പറയുന്നത് ഇത് ഈ കാർഷിക വിളകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി, പന്നി കയറാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന ഒരു കരുതൽ ഫെൻസിങ് അല്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായി ഈ പറഞ്ഞ പോലെ പന്നി ഇറച്ചി ലക്ഷ്യമിട്ടുകൊണ്ട്, അതിൻ്റെ വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ട് പന്നി വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു ഫെൻസിങ്ങാണ്. ഇനി ഇത് എങ്ങനെ ഏത് സമയത്ത് വെക്കുന്നു എന്ന് കൂടി പറഞ്ഞു വെക്കാം. അതായത് രാത്രി ഈ സ്ഥലം നമ്മൾ കണ്ടതാണ്. ഇവിടെ ഫുൾ കൃഷിത്തോട്ടങ്ങളാണ്, വീടുകളൊന്നുമില്ല. ഏകദേശം രാത്രി 8:30-9 മണി സമയത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് ഈ വൈദ്യുതി കമ്പി ഈ തോടിൻ്റെ വശത്തേക്ക് ഇടുന്നത്. അതിനുശേഷം പുലർച്ചെ സമയമാകുമ്പോഴേക്കും 1-2 പന്നികളൊക്കെ ചിലപ്പോൾ കുടുങ്ങും. ഇതുമായി എടുത്ത് ഏകദേശം 4-5 മണിക്ക് ഈ കെണി ഒരുക്കിയവർ തന്നെ രാത്രി വന്ന് നമ്മൾ നേരത്തെ കണ്ട ആ മുളയുണ്ടല്ലോ, ആ മുള അതുപോലെ തന്നെ ഊരിയെടുത്ത് ഈ കമ്പി മൊത്തം ചുറ്റി അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും. പിറ്റേ ദിവസം സമാനമായ രീതിയിൽ രാത്രി വരും, വേട്ടയായി കെണിയൊരുക്കും, ഇത്തരത്തിൽ പന്നിയെ പിടിക്കും. ഇതാണ് ഇവരുടെ രീതി. പക്ഷേ ഇന്നലെ അനന്തവും കൂട്ടുകാരും അബദ്ധത്തിൽ ഇതിൽ പെടുകയായിരുന്നു. സമീപത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ വരുന്നതോ പോകുന്നതോ അറിയില്ല. ഇത് തടയാൻ അത്തരത്തിൽ ഈ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഈ ഇലക്ട്രിക് കമ്പി ഉപയോഗിച്ചുള്ള പന്നിവെട്ട പതിവാവുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് തടയാൻ ഏകമുള്ള പോംവഴി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഈ പറഞ്ഞ വൈദ്യുതി മോഷണം തടയാനാകണം. അത് തടയാൻ ഏക വഴി എന്ന് പറയുന്നത് ഈ പോകുന്ന ഇലക്ട്രിക് ലൈൻ ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു തേർഡ് പാർട്ടിക്ക് അവിടെ നിന്ന് വൈദ്യുതി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരില്ല. എന്നാൽ ഈ മേഖലയിൽ ഏകദേശം ഒരു 95% ഒക്കെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ശേഷിക്കുന്ന ഒരു 5% അതുകൂടി ഇൻസുലേറ്റ് ചെയ്യണമെന്ന് നാട്ടുകാർ പലപ്പോഴും ആവശ്യപ്പെട്ടതാണ്. ആ ശേഷിക്കുന്ന ഭാഗത്തു നിന്നാണ്, അതായത് തേർഡ് പാർട്ടിക്ക് വൈദ്യുതി എടുക്കാൻ പറ്റുന്ന പാകത്തിലുള്ള സ്ഥലത്തു നിന്നാണ് ഇത്തരത്തിൽ വലിയ ലെങ്ത്തിൽ ഇരുമ്പ് കമ്പി വലിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ മേഖലയും ഇൻസുലേറ്റ് ചെയ്തിരുന്നു. ക്യാമറമാൻ സജിത് ഗുരുവായൂരിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ. 10ാം ക്ലാസ്സുകാരൻ അനന്തുവിന് കണ്ണീരോടെയാണ് നാട് വിട നൽകിയത്. വെള്ളക്കെട്ട കുട്ടിക്കുന്ന് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. 100 കണക്കിന് പേരാണ് അനന്തുവിന് വിട നൽകാൻ വീട്ടിലേക്ക് എത്തിയത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും നിസ്സഹായരാകുന്ന കാഴ്ചയും നമ്മളിന്ന് കണ്ടു. അറസ്റ്റിലായ വിനീഷിനെതിരെ നരഹത്യാക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. വൈദ്യുതി മോഷ്ടിച്ചതാണ് പന്നിക്കണി ഒരുക്കിയെന്നാണ് KSEBയുടെ വിശദീകരണം. വിവരങ്ങളുമായി സുഹൈൽ മുഹമ്മദ് ചേരുന്നുണ്ട്. സുഹൈൽ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ പ്രദേശത്ത് ഈ അപകടക്കെണികൾ പലയിടത്തും ഇനിയുമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് സുഹൈൽ പങ്കുവച്ചത്. ഇനി ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കെണി സ്ഥാപിച്ചതിൽ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം അവിടുത്തെ ജനപ്രതിനിധികളടക്കം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ കുറേ പേരുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകാമെന്നത്. എന്താണ് ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? കോകൽ നിലവിലെ അന്വേഷണത്തിൽ വിനീഷ് മാത്രമാണ് പ്രതി. വിനീഷിനെതിരെ നരഹത്യാ കുറ്റമാണ്, അതായത് മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിനീഷ് ഇത്തരത്തിൽ ഈ പന്നിക്കണി ഒരുക്കി പന്നിയിറച്ചി വിലയ്ക്ക് 300-400 രൂപ കിലോയ്ക്ക് വിൽക്കുന്ന ഒരാളാണ്. ഇയാളുടെ ഒരു തൊഴിൽ ഇത് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പ്രദേശത്ത് സമാനമായ രീതിയിൽ പലയിടത്തും വേറെയും ആളുകൾ സമാനമായ രീതിയിൽ കെണി ഒരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഈ കെണി നമ്മൾ തൊട്ടു മുമ്പ് കണ്ട ഈ ആ ഒരു പാക്കേജിൽ കണ്ടതുപോലെ തന്നെയാണ് കെണി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കെണി ഒരുക്കാൻ
എടുക്കാതിരിക്കാൻ ആകെ KCBയുടെ മുമ്പിൽ പോകുമ്പോൾ ഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഇപ്പോഴും 5% ഭാഗം ഇൻസ്റ്റേറ്റ് ചെയ്യാതെയാണ് KCB വിട്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം, ഈ പറയുന്ന അനന്തുവിന്റെ മരണം തെരഞ്ഞെടുപ്പ് കോതിൽ വലിയ ചർച്ചയാവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ അനന്ത് ഷോക്കേറ്റ് മരിച്ച ഉടൻ തന്നെ UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത് നിലമ്പൂർ ജനറൽ ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്ന് ആദ്യം പറയുന്നത് ഇതൊരു ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ ആണ്. അതായത് മനുഷ്യ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഗതികേട് കൊണ്ട് ഫെൻസിംഗ് കെട്ടേണ്ടി വരുന്ന ആ മനുഷ്യരുടെ ഗതികേട് കൊണ്ട് കെട്ടുന്ന ഫെൻസിംഗിൽ തട്ടിയ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായതിന് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന രീതിയിൽ ആ ഒരു ആംഗിളിൽ, ആ ഒരു കോർണറിലായിരുന്നു ഈ സർക്കാരിനെതിരെ ഇത് ആയുധമാക്കി കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് പകലോടുകൂടി ആ വിഷയം മാറുകയായിരുന്നു. അതായത് അവിടെ എത്തുമ്പോൾ നിജസ്ഥിതി കൂടുതൽ ബോധ്യപ്പെടുന്നു. അങ്ങനെ മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ തുടർന്ന് കൃഷിഭൂമിക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിക്കൊണ്ട് സ്ഥാപിച്ച ഫെൻസിംഗ് ആയിരുന്നില്ല, മറിച്ച് ഇറച്ചി ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രം പന്നിക്കിണി ഒരുക്കിയ ഒരു ക്ലിയർ കട്ട് ക്രിമിനൽ കേസ് തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. അതായത് ഒരു അപകടം വരുമെന്ന് ഉറപ്പ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം അവിടെ തുറന്നിട്ടുകൊണ്ട് പന്നിക്കിണി ഒരുക്കിക്കൊണ്ട് ഒരാളുടെ ജീവൻ കൊടുക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് പിന്നീട് കേൾക്കാൻ സാധിച്ചത്. അതോടെ കോൺഗ്രസ് തുടക്കത്തിൽ പറഞ്ഞ മനുഷ്യ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ആ ഒരു ആരോപണം ചെറുതായി ഒന്ന് ഫോക്കസ് മാറുകയായിരുന്നു. അപ്പോഴാണ് LDF ഇതുമായി ബന്ധപ്പെട്ട്, ആദ്യം AK ശശീന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി രംഗത്ത് വരുന്നത്. ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു UDFനെതിരെ. അതായത് ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വിജയസാധ്യതയൊക്കെ കുറയുമെന്നൊക്കെ ടെൻഷൻ കൊണ്ട് ഇത്തരത്തിലൊരു ഗൂഢാലോചന പിന്നിലുണ്ടെന്ന ആരോപണം ആദ്യം വരുന്നത് വനം മന്ത്രിയാണ്. പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സമാനമായി രംഗത്ത് വരുന്നത്. അവിടെ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് MV ഗോവിന്ദൻ പറയുന്നത് ഈ അനന്തുവിന്റെ മരണം ഉണ്ടായ ഒരു സിറ്റുവേഷൻ, ആ ഒരു സംഭവം അത് തന്നെ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന്, അതായത് അനന്ത് കുരുതി കൊടുക്കപ്പെട്ടതാണെന്നൊരു ആംഗിൾ, ഒരു ആരോപണമാണ് പിന്നീട് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. ഇത്തരത്തിൽ ആരോപണം വന്നതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നേരത്തെ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ സർക്കാർ മുഖം തിരിക്കുന്നു എന്ന ആംഗിളിൽ വന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ ഒരു ഗൂഢാലോചന ആരോപണത്തിൽ ഏതാണ്ട് മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് വന്നത്. പിന്നീട് വന്ന കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം പ്രതികരണം ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ പ്രതികരണം നടത്താതെ ഇത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കേണ്ട സമയമല്ലെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കണം എന്നടക്കമാണ് UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കം പറഞ്ഞത്. അതായത് നേരത്തെ ഉയർത്തിയ അത്ര സ്ട്രോങ്ങിൽ ഇന്ന് UDF നേതാക്കളൊന്നും ഈ വിഷയം ഉയർത്തി കണ്ടിട്ടില്ല. ഏതായാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ വിഷയം രാഷ്ട്രീയമായി ഉന്നയിക്കുന്നുണ്ട്. അവിടെ ഇന്ന് ഗൂഢാലോചനാ വിവാദം അല്ലെങ്കിൽ ആരോപണം LDFന്റെ ഭാഗത്തുനിന്ന് ഉയർന്നപ്പോൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ UDF നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരികയാണ്. ഇരു മുന്നണികളും, ഇടത് വലത് മുന്നണികൾ പോർമുഖം തുറക്കുകയാണ്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൂടി സൃഷ്ടിക്കപ്പെട്ട സംഭവമാണോ എന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമുള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും വനം മന്ത്രി AK ശശീന്ദ്രന്റെയും പ്രതികരണമാണ് ഇന്ന് തുടർ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് വഴിവെച്ചത്. മനുഷ്യ വന്യമൃഗ സംഘർഷം നിലമ്പൂരിന് പുതിയ കാര്യമല്ല. വന്യമൃഗശല്യം തടയാൻ അനധികൃതമായി കുറ്റകരമാണെങ്കിലും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതും ഇവിടെ പതിവാണ്. പക്ഷെ അനന്തുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ല. കൃത്യമായി പന്നിയിറച്ചി ലക്ഷ്യമിട്ട് ഒരുക്കിയ പന്നിക്കണിയിലാണ് അനന്തുവിന് ജീവൻ നഷ്ടമായത്. സുഹൃത്തുക്കളുമായി മീൻ പിടിക്കാൻ പോയപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം ഒളിഞ്ഞിരിക്കുന്നത് അനന്തു അറിഞ്ഞില്ല. അനന്തുവിന്റെ മൃതദേഹം സൂക്ഷിച്ച നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലെത്തി UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത് പറഞ്ഞത് അനന്തു മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുടെ രക്തസാക്ഷിയെന്നാണ്. ലക്ഷ്യം അനന്തുവിന്റെ മരണം സർക്കാരിനെതിരെ ആയുധമാക്കൽ. നിലമ്പൂരിലെ പ്രധാന പാത ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറ്റി. ഇത് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് വനമന്ത്രി AK ശശീന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗിക്കുന്നത് ഒരു സാധാരണഗതിയിലല്ല വന്നത്. അറിഞ്ഞുകൊണ്ട് സംഭവിച്ചൊരു പ്രതിഷേധമായിട്ടാണ് ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ആരോപണം ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി മന്ത്രിയുടെ വാദത്തെ പിന്തുണച്ചു. അനന്തുവിന്റെ മരണത്തിന് വഴിയൊരുക്കിയ സംഭവം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നു എന്നായിരുന്നു MV ഗോവിന്ദന്റെ വാക്കുകൾ. ആര്യൻ ഷൗക്കത്തിന്റെ അനുയായിയും പ്രദേശത്തെ വാർഡ് മെമ്പറും വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ റെജി ജോസഫിനെ കൂടി സംശയമുനയിൽ നിർത്തി ആരോപണം. ഇതിന്റെ പിന്നിൽ ഇപ്പോൾ പ്രവർത്തിച്ച പ്രതിയെ കിട്ടി. ആ പ്രതിയുടെ ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം ചൂണ്ടിൽ വരും. ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ്. അദ്ദേഹത്തിന്റെ വാർഡിലായി സംഭവം നടക്കുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. സ്വന്തം വീഴ്ച മറയ്ക്കാനാണ് രാഷ്ട്രീയ ഗൂഢാലോചനാവാദമെന്നും വനമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. മന്ത്രി മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും നേതാക്കൾ. ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണെന്ന്. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുക. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിച്ചത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇറങ്ങി പുറത്തു പോകണം. അതിനെ ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. വളരെ മ്ലേച്ഛമാണ്, വളരെ പരിതാപകരമാണ് മന്ത്രിയുടെ നിലപാട്.
തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ റെജി ജോസഫ് തള്ളി. പ്രതിയുമായി തനിക്ക് സൗഹൃദമില്ല, പ്രതിക്ക് കോൺഗ്രസുമായി ബന്ധമില്ലെന്നും പ്രതികരണം. കോൺഗ്രസുമായി പ്രതിക്ക് യാതൊരു ബന്ധവുമില്ല. പോലീസ് അവരുടെ കയ്യിലല്ലേ, ക്രൈംബ്രാഞ്ച് അവരുടെ കയ്യിലല്ലേ, വിജിലൻസ് അവരുടെ കയ്യിലല്ലേ, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനല്ലേ കൈകാര്യം ചെയ്യുന്നത്. അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണി നിർത്തി ഞങ്ങൾ വേറെ പഠിക്കുവാൻ തയ്യാറാണ്. 15-കാരന്റെ മരണത്തിൽ UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചെന്ന് CPIM ആരോപിച്ചു. നാളെ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF മാർച്ച് നടത്തും. സ്ഥാനാർത്ഥിയുടെ മൃതശരീരം വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പോസ്റ്ററും പതിക്കുകയാണ് രാത്രി. ഒരു കൂട്ടർ ഇവിടെ റോഡ് തടയുന്നു, മറ്റൊരു കൂട്ടർ ആ വഴിയിൽ ചിഹ്നം ഒട്ടിക്കുക. ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടാവും. അന്വേഷണ ആവശ്യത്തിൽ ഇടതുമുന്നണിയിൽ ഭിന്നതയെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച ഈ പ്രശ്നത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് പരിശോധിച്ച് അന്വേഷണം നടത്തി അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് പുറത്തു വരിക തന്നെ വേണം. ഇത്തരത്തിലുള്ള പന്നിക്കണികൾ പ്രദേശത്ത് പതിവാണെന്നും പരാതിപ്പെട്ടിട്ടും KSEB നടപടികൾ കൈക്കൊണ്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വഴിക്കടവ് സ്വദേശി വിനീഷ് എന്നയാളെ പിടികൂടിയിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായി പ്രദേശത്ത് ഇത്തരത്തിൽ പന്നിവേട്ട നടത്തി ഇറച്ചി വിൽക്കുന്നയാളാണെന്നും നാട്ടുകാർ പറയുന്നു. രാഷ്ട്രീയ പോർമുഖങ്ങൾ പലതും തുറക്കാം. നഷ്ടപ്പെട്ടത് അനന്തുവിന്റെ കുടുംബത്തിന് മാത്രമാണ്. കൂലിപ്പണിക്കാരനായ അച്ഛൻ, രോഗിയായ അമ്മ, 2 ജ്യേഷ്ഠ സഹോദരിമാർ. അവരെല്ലാം അവരുടെ പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും നൂല് നെയ്തത് അവനിലൂടെയായിരുന്നു. ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് മണ്ണോടഴിഞ്ഞത്. സുഹൈൽ മുഹമ്മദ്, 24, നിലമ്പൂർ. അനന്തുവിന്റെ മരണം അതൊരു വൈദ്യുതി വേലിയിൽ നിന്നല്ല, പന്നിക്കെണിയിൽ നിന്നാണ്. അപകടക്കെണിയിൽ നിന്ന് തന്നെയാണ് അനന്തുവിന്റെ വൈദ്യാഘാതമേറ്റതും അനന്തുവിന്റെ ജീവൻ നഷ്ടമായത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വന്യമൃഗ ശല്യം തടയാൻ സ്ഥാപിക്കുന്ന അനധികൃത വൈദ്യുത വേലികളിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഓരോ വർഷവും കൂടി വരികയാണ്. അനുമതിയില്ലാതെ വൈദ്യുത വേലികൾ സ്ഥാപിക്കരുതെന്ന് KSEB കർശന നിർദ്ദേശം നൽകുമ്പോഴും നിർബാധം ഇത് തുടരുകയുമാണ്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത്. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. വനാതിർത്തികളിലും പന്നിശല്യം കൂടുതലുള്ള പ്രദേശങ്ങളിലുമായി അനധികൃത വൈദ്യുതി വേലികൾ ഇപ്പോഴും വ്യാപകം. കർഷകർ വിള നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനാണ് വേലികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇതിന്റെ ഇരകളാണ് നിസ്സഹായരായ സാധാരണക്കാരായ മനുഷ്യർ. 2022 മെയ് 19 പുതുമഴയിൽ മീൻ പിടിക്കാനെത്തിയ മുട്ടിക്കുളങ്ങര KP 2 ബറ്റാലിയൻ ക്യാമ്പിലെ 2 ഉദ്യോഗസ്ഥർ കാട്ടുപന്നിക്കായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. മൃതദേഹം 1/2 കിലോമീറ്റർ അകലെ പാടത്ത് നിന്നാണ് കണ്ടെത്തിയത്. സ്ഥലമുടമ മൃതദേഹം പാടത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. 2023 സെപ്റ്റംബർ 26 പാലക്കാട് കരിങ്കരപ്പുള്ളിയിൽ 2 ജീവനുകൾ പൊലിഞ്ഞതും വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ്. പുതുശ്ശേരി സ്വദേശി സതീഷ്, കൊട്ടക്കാട് സ്വദേശി ഷിജിത്ത് എന്നിവരാണ് മരിച്ചത്. 2023 ഒക്ടോബർ 4 പാലക്കാട് വണ്ടാഴിയിൽ വീട്ടമ്മയ്ക്ക് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ജീവൻ നഷ്ടമായി. പുത്തൻപുരയ്ക്കൽ ഗ്രേസിക്കാണ് ജീവൻ നഷ്ടമായത്. അവരുടെ വീട്ടുമുറ്റത്ത് നിന്നാണ് അവർക്ക് ഷോക്കേൽക്കുന്ന സാഹചര്യമുണ്ടായത്. പെരുമാട്ടി, ശ്രീകൃഷ്ണപുരം എന്നീ സ്ഥലങ്ങളിലും ഇതേ വർഷം പന്നിക്കണികളിൽ കുടുങ്ങി മനുഷ്യജീവനുകൾ നഷ്ടമായി. 2024 നവംബർ 13 വാളയാർ അട്ടപ്പള്ളത്ത് അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് അച്ഛനും മകനും മരിച്ചു. വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചത്. ഷോക്കേറ്റ് പിടയുന്ന പിതാവിനെ രക്ഷിക്കാൻ എത്തിയപ്പോഴാണ് മകൻ അനിരുദ്ധിനും ഷോക്കേറ്റത്. വനാതിർത്തി പ്രദേശങ്ങളിൽ അപകടമില്ലാത്ത സൗരോർജ്ജ വേലികൾ നിർമ്മിക്കാൻ വൈദ്യുതി വകുപ്പ് അനുമതി നൽകുന്നുണ്ട്. 10 വാട്ടിന് താഴെ മാത്രം വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള സൗരോർജ്ജ വേലികൾക്കാണ് അനുമതി ലഭിക്കുക. എന്നാൽ വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് കണക്ഷൻ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം KSEB അധികൃതർ നടപടി സ്വീകരിക്കുന്നിടത്തോളം ഇത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വ്യാപകമായ പരിശോധനകളും കർശന നടപടികളും മാത്രമേ ഇത്തരം അനധികൃത ഇടപെടലുകൾ ഒഴിവാക്കാൻ സഹായിക്കൂ. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങൾക്ക് തടയാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാനാണ് ഈ കെണികൾ സ്ഥാപിക്കുന്നത്. അത് പക്ഷേ മനുഷ്യജീവന് തന്നെ ആപത്താകുന്ന തരത്തിലേക്ക് അനധികൃതമായി സ്ഥാപിക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവം. അല്ലെങ്കിൽ ഇത്തരത്തിൽ പലയിടങ്ങളിലായി ആവർത്തിക്കുന്ന ഈ വൈദ്യുത കെണിയിൽ നിന്നുള്ള മരണങ്ങൾ. നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, നിരവധി പെൺകുട്ടികളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച മോഡലിംഗ് കൊറിയോഗ്രാഫർ അറസ്റ്റിലായിരിക്കുന്നു. കോഴിക്കോട് സ്വദേശി ഫാഹിദിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്.
ടെക്നോ പാർക്കിൽ ജോലിയുള്ള IT ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി. ഷെഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷെഫീദ്, ഒരു നിരന്തര ചൂഷകൻ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയ അവരെ അതിക്രമം കാട്ടിയ ഒരാൾ എന്നതാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? കൂടുതൽ പരാതികൾ അങ്ങനെയെങ്കിൽ ഇനി പിന്നാലെ വരാൻ സാധ്യതയുണ്ടല്ലോ. ഗൂഗിൾ ഉറപ്പായിട്ടും ഗൂഗിൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ്. നിരന്തര ചൂഷകനാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ടെക്നോ പാർക്കിലെ IT ജീവനക്കാരുടെ പരാതിയിലാണ് നിലവിലത്തെ അറസ്റ്റെങ്കിലും. കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ ഫഹദിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും കൂടുതൽ അറസ്റ്റ് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം അവരുടെ പക്കൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും വാങ്ങുകയും ചെയ്തതായി പരാതിയിൽ പറഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള പ്രതി അതുവഴിയാണ് പെൺകുട്ടികളെ പരിചയപ്പെട്ടിരുന്നത്. ശേഷം വിവാഹം കഴിക്കാമെന്ന പേരിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. പ്രതിയുടെ ഫോണിൽ നിന്നും നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ കഴക്കൂട്ടം SHO പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോഴിക്കോട് നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഫാഹിദിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഗോകുൽ, ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് നാളെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്കാണ്. വിവിധ യൂണിയനുകൾ സംയുക്തമായാണ് ഈ പണിമുടക്കിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ പ്രത്യക്ഷ സമരത്തിലേക്കും അവർ പോകും. കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലെ ഡ്രൈവർമാരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. ഈ സേവന വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികളുടെ ഊബർ അടക്കമുള്ള കമ്പനികളുടെ വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഈ സ്വകാര്യ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ സമരത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നാളെ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ആദവനാട് നെല്ലിത്തടത്തിൽ അഴുകിയ കോഴി മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാലിന്യവുമായി ലോറി പ്രദേശത്തെത്തിയത്. നാട്ടുകാർ തടഞ്ഞതോടെ ലോറി നിർത്തിയിട്ട് പോവുകയുമായിരുന്നു. ആദവനാട് പഞ്ചായത്ത് 2-ാം വാർഡ് നെല്ലിത്തറം പ്രദേശത്താണ് ഇത് സംഭവമുള്ളത്. ഈ കോഴി വേസ്റ്റൊക്കെ പാടെ ഇവിടെ പെരുന്നാളിൻ്റെ തലേന്ന് കൊടുന്നിട്ടിട്ട് ഇപ്പോൾ ഇവിടെ നാട്ടുകാർക്കും ഇവിടെ വരുന്ന ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്മെല്ല്, അതേമാതിരി രോഗങ്ങൾ ഇതൊക്കെ അങ്ങനെ വരികയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ 2 ദിവസമായി ഇത് ഇവിടുന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥരുടെ അടിയിൽ നിന്ന് വേണം. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഈ മാലിന്യം തള്ളാൻ വന്നവരെ കയ്യോടെ ജനങ്ങൾ പിടികൂടുന്നു. എന്നിട്ടും അവരെ കൊണ്ട് ഇത് തിരികെ കൊണ്ടുപോകാനുള്ള നടപടിയെടുക്കാൻ പോലീസിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ സാധിക്കുന്നില്ല. ഇങ്ങനെ നാറ്റം സഹിച്ച് ആ നാട്ടുകാരെങ്ങനെ കഴിയും? ഗൂഗിൾ അതുതന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോഴി മാലിന്യവുമായി ഈ വാഹനം ഈ പ്രദേശത്തെത്തുന്നത്. ഇവിടെ മാലിന്യം തള്ളാനായി എത്തിയതാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെ പ്രദേശവാസികൾ ഈ വാഹനം തടഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഇന്ന് വരെ ഈ വാഹനം ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ അഴുകിയ രീതിയിലുള്ള മാലിന്യമെല്ലാം തന്നെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു ഗന്ധമുണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒക്കെ തന്നെ ഈ വെള്ളവും എല്ലാം തന്നെ മലിനജലം ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ പ്രദേശവാസികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുകയാണ്. അതുവഴി യാത്ര ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരൊക്കെ തന്നെ പരാതിയായി പറയുന്നത്. ഈ ഒന്നുകിൽ ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മഴ കൂടി പെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. പകർച്ചവ്യാധി അടക്കമുള്ള രോഗങ്ങളിലേക്ക് ഈ ഒരു കാര്യം നയിക്കുമെന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഗൂഗിൾ, ശരി, മാലിന്യം തള്ളാനെത്തിയവരെ കയ്യോടെ പിടികൂടി കൊടുത്തിട്ടും കൈയും കെട്ടി നോക്കി നിൽക്കുന്ന അധികാരികളാണ് മറുപടി പറയേണ്ടത്, നടപടിയെടുക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്ക് മുൻപ് സൂചിപ്പിച്ചതാണ്. വിവിധ യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കമ്പനികളുടെ തൊഴിൽ ചൂഷണത്തിനെതിരെയാണ് പണിമുടക്ക്. അമൽ സുരേന്ദ്രനുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അമൽ, ഒരുപക്ഷെ കൊച്ചിയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുക. മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഓൺലൈൻ ടാക്സി സേവനങ്ങൾ കാര്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ സമരത്തിന്റെ കാരണം, അല്ലെങ്കിൽ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ ആവശ്യം? ഗൂഗിൾ ഏതായാലും മുന്നേ തന്നെ തീരുമാനിച്ച ഒരു സമരമാണ്. പക്ഷേ ഈ ഒരു സമരം കുറെ കൂടി ശക്തമാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കൊച്ചിയായിരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. OTDU, OTC തുടങ്ങിയ സംഘടനകൾക്കൊപ്പം CITU, INTUC തുടങ്ങിയ വർഗ ബഹുജന സംഘടനകളും ഈ ഒരു സമരത്തിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിന്റെ ഈ ഒരു പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടുകൂടി കളക്ടറേറ്റിലേക്ക്, എറണാകുളം കളക്ടറേറ്റിലേക്ക് പ്രത്യക്ഷമായി സമരം നയിക്കും. അതോടൊപ്പം തന്നെ എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ ജില്ലകളിലെ ടാക്സി ഡ്രൈവേഴ്സും ഈ ഒരു സമരത്തിൽ പങ്കാളികളാവുന്നുണ്ട്. കുത്തക കമ്പനികൾക്കെതിരെയായിട്ടാണ് ഇവരുടെ പണിമുടക്ക് നടക്കുന്നത്. ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പെരുന്നാൾ കഴിഞ്ഞ്, അവധി കഴിഞ്ഞ് വിവിധ നഗരങ്ങളിലേക്ക് എത്തുന്നവർ ശ്രദ്ധിക്കുക. നാളെ ഓൺലൈൻ ടാക്സികൾ ഡ്രൈവർമാരുടെ പണിമുടക്കാണ്. ശസ്ത്രക്രിയകൾ മാറ്റിവെച്ച സാഹചര്യമുണ്ടായ
തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ അടിയന്തര യോഗം വിളിച്ച് ഡയറക്ടർ വിവിധ വകുപ്പ് മേധാവികളുമായി നാളെ രാവിലെ ചർച്ച നടത്തും. MG പ്രതീക്ഷ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീക്ഷ, നാളത്തെ ശസ്ത്രക്രിയകളൊക്കെ മുടങ്ങുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഈ യോഗത്തിൽ എന്തെങ്കിലും നടപടികൾ ഈ ജീവനക്കാർ ഡോക്ടേഴ്സൊക്കെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഗോകുൽ, തിരുവനന്തപുരം ശ്രീചിത്രയെ സംബന്ധിച്ച് ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. കാരണം നാളെ നടത്താനിരുന്ന മുഴുവൻ ശസ്ത്രക്രിയകളും നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ശ്രീചിത്ര ഡയറക്ടർ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പ് മേധാവികളുടെ യോഗമായിരിക്കും നാളെ രാവിലെ 8 മണിക്ക് നടക്കുന്നത്. ഇതിൽ ഈ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതാണ് ശസ്ത്രക്രിയ മുടങ്ങുന്നത്. പ്രതീഷിന്റെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ശ്രീചിത്രയിലെ നാളത്തെ ശസ്ത്രക്രിയകൾ 10 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. വരും ദിവസങ്ങളിലെങ്കിലും ആ പ്രതിസന്ധി ഒഴിവാക്കാനാവുന്ന തീരുമാനമുണ്ടാകട്ടെ. ഏതായാലും നാളെ ശ്രീചിത്ര ഡയറക്ടർ ഡോക്ടർമാരുടെ അടക്കം യോഗം വിളിച്ചിരിക്കുകയാണ്. അതിൽ പ്രതീക്ഷ വെക്കുകയാണ് നമ്മൾ. ഒപ്പം രോഗികളും ഒരുപാട് പേർ ശസ്ത്രക്രിയ ചികിത്സ കാത്തിരിക്കുന്നുണ്ട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം മുടങ്ങി. ആകെയുള്ള 2 ഡോക്ടേഴ്സിൽ ഒരാൾ സ്ഥലം മാറിപ്പോയതും മറ്റൊരാൾ അവധിയെടുത്തതുമാണ് പോസ്റ്റ്മോർട്ടം മുടങ്ങാൻ കാരണം. 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടത്തിന് സൗകര്യമുള്ള ആശുപത്രിയിൽ തുടർച്ചയായി പ്രതിസന്ധി ഉണ്ടാവുന്നതിനെതിരെ പ്രതിഷേധമുയരുകയാണ്. ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നെന്ന് അവകാശപ്പെടുമ്പോഴും കാസർഗോഡ് ജില്ലയിലെ ആശുപത്രികളുടെ അവസ്ഥ ഇപ്പോഴും കഷ്ടമാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് പ്രധാന പ്രശ്നം. 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ അവധിയായതിനാൽ ഇന്ന് പോസ്റ്റ്മോർട്ടം മുടങ്ങി. മൃതദേഹങ്ങൾ കെട്ടിക്കിടന്നു. ഇന്നലെ രാത്രി ഹൃദയാഘാതം മൂലം മരിച്ച മൂളിയാർ സ്വദേശി അച്യുതന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത്. ഉച്ചവരെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ബന്ധുക്കൾക്ക് നിർദ്ദേശം നൽകി. ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ആശുപത്രിയിൽ ഫോറൻസിക് സർജനില്ലെന്നും പകരം അനസ്തേഷ്യ സർജനാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നതെന്നും മനസ്സിലായത്. ഇതോടെ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് പറയുന്ന ഒരു ഇൻഫർമേഷൻ, ആ ബോഡി എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ കാരണം ഞങ്ങൾക്ക് കാണുന്നില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് ഇവിടെ സർജനില്ല. ഈ ഓപ്പറേഷൻ, ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അനസ്തേഷ്യയുടെ ഡോക്ടറാണ്. ആ ഡോക്ടർ ഫ്രഷാണ്, അവർക്കിത് ചെയ്യാൻ അറിയില്ല. ഒരു കാരണവുമില്ലാതെ ഈ ബോഡി വെച്ചിട്ട് കുടുംബക്കാർ മുഴുവനും അവിടെ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ പാവങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പൈവളികയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികന്റെ മൃതദേഹം 1 മണിക്കൂറിലധികമാണ് ആംബുലൻസിൽ വെയിലത്ത് കിടത്തിയത്. ഫ്രീസർ സൗകര്യമുണ്ടായിട്ടും മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റാൻ പോലും അധികൃതർ തയ്യാറായില്ല. തികഞ്ഞ അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഉത്തരവുണ്ട്. പക്ഷേ 24 മണിക്കൂർ പോയിട്ട് പകൽ 12 മണിക്ക് പോലും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാഹചര്യം ഇല്ലാത്ത സ്ഥിതിയാണെന്നുള്ളത്. ഇതിന് ഇടപെടാൻ ഇവിടുത്തെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ സർക്കാരോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവം. സംസ്ഥാനത്ത് 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ഏക ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി. 2 ആഴ്ചക്കിടെ 2 തവണയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം മുടങ്ങിയത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 5 ഡോക്ടർമാർ വേണ്ടിടത്ത് 2 പേർ മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇതിലൊരാൾ സ്ഥലം മാറ്റം വാങ്ങിപ്പോയതോടെ രാത്രിയിലുള്ള പോസ്റ്റ്മോർട്ടം സൗകര്യങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. പുതിയ ഡോക്ടർമാരെ ഉടൻ നിയമിക്കുമെന്നും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുമാണ് ആരോഗ്യവകുപ്പ് 2 ആഴ്ച മുമ്പ് വിശദീകരിച്ചത്. പക്ഷേ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വന്നിട്ടില്ല. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഇതോടെ പൊതുജനം കഴുതയല്ല സാർ പൂർണ്ണമാകുന്നു.